എയർ ഇന്ത്യയുടെ സമരം മൂലം യാത്ര മുടങ്ങി ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാനാവാതെ കരമന സ്വദേശിനി അമൃത. ഹൃദയാഘാതത്തെ തുടർന്ന് മസ്കറ്റിൽ ചികിത്സയിലിരിക്കെയാണ് നമ്പി രാജേഷ് മരിച്ചത്. എയർ ഇന്ത്യയുടെ അപ്രതീക്ഷിത സമരം കാരണം അവസാന നിമിഷം പോലും ഉറ്റവരെ കാണാനാകാതെയാണ് മസ്കറ്റിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നമ്പി രാജേഷ് മരണമടഞ്ഞത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ കൂട്ടവധിയെടുത്തതിനെ തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് മുടങ്ങിയിരുന്നത്. സമരത്തിൽ വലങ്ങിയ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. പലരുടെയും ജീവിതങ്ങളും പ്രതീക്ഷകളുമാണ് ഇതോടെയെന്ന് അസ്തമിച്ചത്. ആ കൂട്ടത്തിലാണ് മസ്കറ്റിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിനെ കാണാൻ പോകാനായി കാത്തുനിൽക്കുന്ന തിരുവനന്തപുരം സ്വദേശിനി അമൃതയെ നമ്മൾ കണ്ടത്. ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ, അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരെ ഭാഗത്തൊന്നും ഒരു സൊല്യൂഷൻ അവർ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ടിക്കറ്റ് നോക്കാനിരിക്കുന്നു, വേറെ വഴിയില്ല, എനിക്കിന്ന് പോയേ പറ്റത്തുള്ളൂ. ഇപ്പോഴിതാ ഉറ്റവരെ അവസാനമായി ഒന്ന് കാണാനാകാതെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് അമൃതയുടെ ഭർത്താവും പ്രവാസിയുമായ നമ്പി രാജേഷിന്റെ മരണം. ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് പറയുന്നു ഉറക്കത്തിൽ. 8ാം തീയതി 9ാം തീയതി 2 ദിവസം ക്യാൻസൽ. പിന്നീട് പോകാനുള്ള ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്തു. വേറെ ഒരു ഫ്ലൈറ്റും ഇല്ലായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് പോലും ഇല്ലായിരുന്നു. കരമന നെടുങ്കാട് സ്വദേശിയാണ് നമ്പി രാജേഷ്. മസ്കറ്റിൽ IT മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്ന നമ്പി രാജേഷിനെ തളർന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാവിലെയോടുകൂടി ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചത്. പ്രിയപ്പെട്ടവളെ അവസാനമായി ഒന്ന് കാണാൻ അവസരം കിട്ടാതെയാണ് നമ്പി രാജേഷ് യാത്രയായത്. അതേസമയം എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകാനാണ് അമൃതയുടെ കുടുംബത്തിന്റെ നീക്കം. അവർ വിചാരിച്ചില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവൻ ജീവിച്ചെങ്കിലും പോയാലും ഒന്നുമില്ലെങ്കിൽ മോളെങ്കിലും കയറ്റി വിടാമായിരുന്നു. അത്രയ്ക്കും കാല് പിടിക്കുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് അവരടുത്ത് സംസാരിച്ച് എങ്ങനെയെങ്കിലും എൻ്റെ അത്രയും സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ 2 പൊടി പിള്ളേർ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി ആര് സമാധാനം പറയും? എയർ ഇന്ത്യക്കാർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കത്തന്നെ ചെയ്യത്തുള്ളൂ. മസ്കറ്റിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാളെ പുലർച്ചയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കും. ബിജു VS ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഉറ്റവരെ ഒരു നോക്ക് കാണാനാകാതെ പ്രവാസി മരിച്ച സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ ഗൾഫിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഭർത്താവ് ആശുപത്രി കിടക്കയിലാണെന്ന് അറിയിച്ചിട്ടും യാത്ര അനുവദിക്കാതിരുന്ന എയർ ഇന്ത്യയുടെ നടപടി മനുഷ്യത്വരഹിതമാണെന്ന് പ്രവാസി സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു. മസ്കറ്റിലെ വാദി കബീർ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ IT മാനേജരായിരുന്ന നമ്പി രാജേഷിന്റെ മരണം പ്രവാസികൾക്ക് താങ്ങാനാകാത്ത നൊമ്പരമാണ്. ചികിത്സയിലായിരുന്ന നമ്പി രാജേഷിനെ കാണാൻ ഭാര്യ അമൃതയും അമ്മ ചിത്രയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരുന്നുവെങ്കിലും ജീവനക്കാരുടെ സമരം മൂലം യാത്ര മുടങ്ങി. മരണക്കിടക്കയിലായിരുന്ന രാജേഷിന് ഉറ്റവരെ കാണാനുള്ള ആഗ്രഹം പോലും നിറവേറ്റാനായില്ല. രാജേഷിന്റെ കുടുംബത്തോടും പ്രവാസി സമൂഹത്തോടും കൊടും ക്രൂരതയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയ്തതെന്നും കടുത്ത നടപടി വേണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു. ഇനിയെങ്കിലും സർക്കാരും വിമാന കമ്പനികളും പ്രവാസികളുടെ ഈ ദുരിത ജീവിതത്തിന് നേരെ കണ്ണു തുറക്കണമെന്നാണ് ഈ പ്രവാസി ലോകത്തു നിന്ന് ഞങ്ങൾക്ക് ഒന്നടങ്കം പറയാനുള്ളത്. ഇന്ന് ഒരു കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് നിന്ന ഒരു യുവാവ് ഇന്ന് നഷ്ടപ്പെട്ടു. ഈ എയർ ഇന്ത്യ പൈലറ്റുമാരുടെ ജീവനക്കാരുടെ ഈ ഒരു നിഷ്ഠൂരമായ അവസ്ഥയെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം മൂലം രാജേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞില്ല. തിരുവനന്തപുരം കരമന സ്വദേശിയായ നമ്പി രാജേഷിനൊപ്പം സുഹൃത്തുക്കളാണ് അവസാന നിമിഷം കൂട്ടിനുണ്ടായിരുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.